ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കിന്ന് പപ്പടം കൊണ്ട് ഒരു പപ്പടക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ആരും ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി പപ്പടം കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കാൻ വെച്ചേക്കുകയാണേ. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിയണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 10-20 ചെറിയ ഉള്ളിയാണേ. അത് ഞാൻ ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞതാണ്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളക്. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ ഒരു 8-10 വെളുത്തുള്ളിയാണേ. വെളുത്തുള്ളി അതും ഇതുപോലെ തന്നെ ഞാൻ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അധികം അങ്ങ് വഴന്ന് വരണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. മുളക് പൊടി ചേർക്കുമ്പോൾ അവരവർക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അതാകുമ്പോൾ ചെറിയൊരു കളറും കൂടെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വലുതല്ല, ഒരു ചെറിയ തക്കാളിയാണ് അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം നമ്മളിതിലേക്ക് ഈ തക്കാളിയെല്ലാം വെന്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പുളി അധികം നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കറി അധികം ലൂസായിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് അധികം ലൂസാവാണ്ട് ഒരു കുറുകിയ ചാറോട് കൂടി വരുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ വരിക കേട്ടോ. ഈ ഒരു കറി ഉള്ളപ്പോൾ നമുക്ക് വേറൊരു കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഒരുപാട് ലൂസാക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചൊന്ന് കുറുകിയ രീതിയിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണം, നമ്മളെ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കറിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ കറി നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊരിച്ച് വെച്ചിരുന്ന പപ്പടം ഞാൻ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ വറുക്കുന്ന സമയത്ത് കഷ്ണങ്ങളാക്കിയിട്ട് അത് വറുത്ത് ആ രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു എളുപ്പത്തിന് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം ഒന്ന് കൈ കൊണ്ട് ഒരു ഞെക്ക് കൊടുത്താൽ മതിയല്ലോ, അപ്പോഴേ പൊടിഞ്ഞു വരില്ലേ. അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മസാല, നമ്മളെ ഈ കറിയുടെ മസാല എല്ലാം പപ്പടത്തിലേക്ക് പിടിക്കത്തൊക്കെ വേണം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കറി തിളപ്പിക്കാൻ വിടണ്ട, അധികം വേണ്ട, ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി അധികം തിളപ്പിക്കേണ്ട കേട്ടോ. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊന്നുമില്ല കേട്ടോ. കറി നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് നല്ല ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി നമ്മളെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് പപ്പടം കിട്ടുമ്പോൾ കറി വെക്കാറ്. അപ്പോൾ എനിക്കിത് അടിപൊളി ടേസ്റ്റായിട്ടാണ് തോന്നിയത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഓക്കേ.